ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്രമതി തിരിച്ച് തറവാട്ടിലേക്ക് വരികയാണ്. രവി പറയാണ്, നീയല്ലേ രേവതിയുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, അതങ്ങ് തിരിച്ചു കൊടുത്തേ എന്ന് പറയാണ്. അവർക്ക് ആവശ്യമുള്ളതല്ലേ എന്ന് രവി പറയാണ്. അങ്ങനെ ചന്ദ്രമതി സ്വർണം കൊണ്ടുവന്ന് രേവതി കൊടുക്കുകയാണ്. ഇത് മുക്കുവണ്ടം ആയ കാര്യമൊന്നും അറിയാതെ രേവതിയും സച്ചിയും കൂടെ അത് സ്വർണ്ണക്കടയിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ സ്വർണ്ണക്കടയിൽ കൊണ്ടുവരുമ്പോൾ അവർ ഉരച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് മുക്കുകൊണ്ടാണെന്ന്. അതറിഞ്ഞ് രേവതി സച്ചിയും കൂടെ ഞെട്ടിയാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ച് പറയുകയാണ്. മുക്കുകൊണ്ടമായെങ്കിൽ അവൻ തന്നെ ഇതിന് കാരണമെന്ന് സച്ചി പറയുകയാണ്. അച്ചമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിയുന്നവരെ ഇതിനെക്കുറിച്ച് ആരോടും ചോദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കൊണ്ട് രേവതി സത്യം ഇട്ട് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയാണ്. അച്ചമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സച്ചിക്കാണെങ്കിൽ ഈ സുധിയോട് അടങ്ങാത്ത ദേഷ്യം, അവനെ എടുത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുള്ള ഒരു ആലോചന മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി. സുധിക്ക് എന്തോ പന്തികേട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.